Hi all, welcome to SR classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിരുന്നു. JEE അഡ്വാൻസിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പർ ഡിസ്കഷൻ. നമ്മൾ 2019 JEE അഡ്വാൻസിൻ്റെ പേപ്പറാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കുട്ടികൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു നീറ്റിൻ്റെയും JEE മെയിൻസിൻ്റെയും കൂടി പേപ്പർ ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ JEE അഡ്വാൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റിൻ്റെ പേപ്പറാണ്. 2019 നീറ്റിൻ്റെ പേപ്പർ. നാളെ നമ്മൾ JEE മെയിൻസിൻ്റെ പേപ്പർ ഡിസ്കസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എക്സാമിൻ്റെയും പേപ്പേഴ്സ് നമ്മൾ പാരലായിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. ഓരോ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ആക്ച്വലി പാരലായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ JEE അഡ്വാൻസിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നീറ്റിൻ്റെ പേപ്പർ അപ്ലോഡ് ചെയ്യും. നാളെ നമ്മൾ JEE മെയിൻസിൻ്റെ പേപ്പർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റായിട്ട് പ്രത്യേകം പ്ലേലിസ്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനും സുഖമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഏതാണോ നിങ്ങൾ ഏതിനാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ശരിക്കും ഇരുന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ നീറ്റിൻ്റെ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019 ലാസ്റ്റ് കഴിഞ്ഞ നീറ്റിൻ്റെ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീറ്റിനെ പറ്റി നിങ്ങൾക്കറിയാം, നീറ്റ് 3 മണിക്കൂർ എക്സാമാണ്. 180 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ആവറേജ് 1 മിനിറ്റാണ് കിട്ടുക. അതിൽ തന്നെ 90 ക്വസ്റ്റ്യൻ ബയോളജിയാണ്. 180-ൽ 90 ക്വസ്റ്റ്യൻ ബയോളജിയാണ്. ബാക്കി 45 ക്വസ്റ്റ്യൻ ഫിസിക്സും 45 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാനിവിടെ ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുക. ലാസ്റ്റ് കഴിഞ്ഞ 2019 നീറ്റിൻ്റെ ഫിസിക്സിലെ 45 ക്വസ്റ്റ്യനാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ നീറ്റ് എക്സാം നിങ്ങൾ ഇപ്പോൾ JEE മെയിൻസിനെയോ അല്ലെങ്കിൽ JEE അഡ്വാൻസിനെയോ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ്. കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്തുള്ളൊക്കെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷം നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഈ വർഷം എയിംസും ജിപ്മറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചൊരു സ്റ്റാൻഡേർഡ് കൂടിയ പേപ്പർ ആയിരിക്കും. പക്ഷേ സിമ്പിൾ പേപ്പർ തന്നെയായിരിക്കും. നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വർഷവും വരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കോൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കുക എന്നാണ്. അല്ലാതെ കുറേ വാരി വലിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങൾ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക. അതിന് ഏറ്റവും നല്ല വഴി നിങ്ങളുടെ NCERT ബുക്കും അതുപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയ മറ്റ് നല്ല കോൺസെപ്റ്റുള്ള തിയറി ബുക്കുകളാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. 2019 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ ഇന്നലെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതിയിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ്സസ് ഹീറ്റ് ഈസ് നൈദർ അബ്സോർബ്ഡ് നോർ റിലീസ്ഡ് ബൈ എ സിസ്റ്റം. താഴെ 4 തെർമോഡൈനാമിക് പ്രോസസ്സ് വന്നിട്ടുണ്ട്. അതിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ഹീറ്റ് റിലീസ് ചെയ്യുകയും ചെയ്യാത്ത പ്രോസസ്സ് ഏതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ഓപ്ഷൻ: ഐസോതെർമൽ, അഡയാബാറ്റിക്, ഐസോബാറിക് ആൻഡ് ഐസോകോറിക്. ഒന്നും ചെയ്യാനില്ല, തിയറി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ΔT വിൽ ബി 0. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് അവർ പറഞ്ഞത് ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സ്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സാണ്. രണ്ടാമത്തെ പ്രോസസ്സ് ഐസോബാറിക് അല്ല, അഡയാബാറ്റിക് ആണ്. അഡയാബാറ്റിക് ആണെങ്കിൽ നമുക്കറിയാം ദർ വിൽ ബി നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കോ സറൗണ്ടിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് എന്ത് പോകില്ല, ഹീറ്റ് പോകില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ΔQ = 0. ഓക്കെ അല്ലേ? അപ്പോൾ അഡയാബാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ആ സിസ്റ്റത്തിൻ്റെ വാൾസ് വിൽ ബി തെർമലി ഇൻസുലേറ്റഡ്. തെർമൽ ഇൻസുലേഷൻ ചെയ്ത വാൾസ് ആയിരിക്കും ആ സിസ്റ്റത്തിൽ ഉണ്ടാവുക. എങ്കിൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ, അഡയാബാറ്റിക് ആയിട്ട് മാറുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അഡയാബാറ്റിക് ആണോ തിരിച്ചറിയാൻ ആക്ച്വലി 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ഒരു പ്രോബ്ലം ന്യൂമറിക്കൽ തരും, ഒരു സിസ്റ്റം പ്രോസസ്സ് അഡയാബാറ്റിക് ആണെന്ന് പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച അഡയാബാറ്റിക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ 2 പോയിന്റ്സ് ഓർത്തിരുന്നാൽ മതി. ഒന്ന്, ആ സിസ്റ്റത്തിൻ്റെ വാൾസ് തെർമലി ഇൻസുലേറ്റഡ് ആണോ എന്ന് നോക്കുക. തെർമലി ഇൻസുലേറ്റഡ് ആണെങ്കിൽ ആ പ്രോസസ്സ് എന്തായിരിക്കും, അഡയാബാറ്റിക് ആയിരിക്കും. രണ്ടാമത്, ആ പ്രോസസ്സ് സഡൻ പ്രോസസ് ആണോ നോക്കുക. സഡൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് വിൽ ബി അഡയാബാറ്റിക്. ഈ 2 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ 2 പോയിന്റിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് വിൽ ബി അഡയാബാറ്റിക്. അഡയാബാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം ΔQ = 0 ആയിരിക്കും. ഇനി മൂന്നാമത് അവർ പറഞ്ഞ പ്രോസസ്സ് ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രഷറാണ് കോൺസ്റ്റന്റ്, ΔP = 0. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ്, ΔV = 0. അപ്പോൾ ഇവിടെ ഒബ്വിയസ് ആൻസർ എന്താണ്, ഓപ്ഷൻ 2 ആണ്, അഡയാബാറ്റിക്. ഓക്കെ അല്ലേ? അപ്പോൾ അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
രണ്ടാമത്തെ ഒരു തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഫിൽഡ് ഇൻ എ കണ്ടെയ്നർ വുഡ് ലീഡ് ടു. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഫിൽഡ് ഇൻ എ കണ്ടെയ്നർ വിൽ ലീഡ് ടു എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ഗ്യാസ് ഉണ്ട്, അത് ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മാസ് കൂടും, തെറ്റാണ്. കൈനറ്റിക് എനർജി കൂടും, അതാണ് കറക്റ്റ് ആൻസർ. കൈനറ്റിക് എനർജി കൂടും. നിങ്ങൾ കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ E= 3/2 RT ആണ്. E= 3/2 RT. 3/2 R കോൺസ്റ്റന്റ് ആയത് കാരണം നമുക്ക് എന്ത് ചെയ്താം, പ്രൊപ്പോർഷണൽ ടു T. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആകെ ഒരു ഫാക്ടറേ ഉള്ളൂ, ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടിയാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, കൂടും. ദെർഫോർ ആൻസർ എന്താണ്, ആൻസർ 2 ആണ്. ബാക്കിയുള്ള ഓപ്ഷൻ ഞാൻ വായിക്കണ്ടല്ലോ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ വളരെ ഈസിയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The total energy of an electron in an orbit is minus 3.4 electron volt. The total energy of an electron in an orbit is minus 3.4 electron volt. Its kinetic energy and potential energies are respectively. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഏതോ ഒരു ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി തന്നിട്ടുണ്ട്. ഏതോ ഒരു ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. നിങ്ങൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ റിലേഷൻ ഞാനിവിടെ എഴുതാം, അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. And total energy is also will be equal to negative of kinetic energy. Total energy is also equal to negative of kinetic energy. ഇതാണ് ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ. ഡൗട്ടില്ലല്ലോ. ഇനി ഒരു ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് 3.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് 3.4 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഫ്രം ദിസ് വൺ നമുക്ക് എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടോട്ടൽ എനർജി എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടോട്ടൽ എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടോട്ടൽ എനർജി എത്രയാണ്, മൈനസ് 3.4. അപ്പോൾ 2 ഇൻറ്റു മൈനസ് 3.4 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും, മൈനസ് 6.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. മൈനസ് 6.8 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി അവർ പറയുന്നുണ്ട് എത്രയാണ്, മൈനസ് 3.4 ആണ്. അപ്പോൾ മൈനസ് 3.4 ഈസ് ഈക്വൽ ടു മൈനസ് കൈനറ്റിക് എനർജി. മൈനസും പോയാൽ കൈനറ്റിക് എനർജി എന്ത് കിട്ടും, 3.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. കൈനറ്റിക് എനർജി 3.4 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എന്താ ആൻസർ വരിക, പൊട്ടൻഷ്യൽ എനർജി മൈനസ് 6.8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കൈനറ്റിക് എനർജി പ്ലസ് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ശ്രദ്ധിക്കണം. ഒരു ബൗണ്ട് സിസ്റ്റം ആണെങ്കിൽ, ഒരു ബൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം. ഇപ്പോൾ എക്സാമ്പിൾ ഇലക്ട്രോൺസ് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. ഈ ഇലക്ട്രോൺ ആക്ച്വലി തോന്നിയ പോലെ പോകാൻ പറ്റില്ല. ഇലക്ട്രോൺസ് ആർ ഇൻസൈഡ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിലാണ് ആരുള്ളത്, ഇലക്ട്രോൺ ഉള്ളത്. അതുപോലെ എർത്ത്, നമ്മളെ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് ആക്ച്വലി അവരൊരു ഫ്രീ ആയിട്ട് കറങ്ങില്ല. അവർ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങാതെ വേറെ ഏതെങ്കിലും ഫീൽഡിൻ്റെ എഫക്റ്റിൽ മൂവ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ബൗണ്ട് സിസ്റ്റം എന്ന് പറയുക. ബൗണ്ട് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ദ ടോട്ടൽ എനർജി ഓഫ് എ ബൗണ്ട് സിസ്റ്റം ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ടോട്ടൽ എനർജി നെഗറ്റീവ് ആയത് കാരണം പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ 2 ടൈംസ് ടോട്ടൽ എനർജിയാണ്. ഓക്കെ അല്ലേ. ഇനി കൈനറ്റിക് എനർജി എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് mv² ആണ്. എമ്മും v² ഒക്കെ പോസിറ്റീവ് ആണ്. ദർഫോർ കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് നമുക്ക് ഈ റിലേഷൻ അറിയാം. ടോട്ടൽ എനർജി ഈക്വൽ ടു ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് കൈനറ്റിക് എനർജി. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. ദ ടോട്ടൽ എനർജി ഓഫ് എ ബൗണ്ട് സിസ്റ്റം ഈസ് ഓൾവേസ് നെഗറ്റീവ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിയുടെ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം ദാറ്റ് സിസ്റ്റം ഈസ് ബൗണ്ട് സിസ്റ്റം. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഈസി ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ തന്നിട്ട് ദ കറക്റ്റ് ബൂളിയൻ ഓപ്പറേഷൻ റെപ്രസെൻറ്റ് ബൈ ദ സർക്യൂട്ട് ഡയഗ്രാം ഈസ്. അപ്പോൾ താഴെ 4 ബൂളിയൻ ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ആൻഡ്, ഓർ, നാൻഡ്, നോറ്. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ഏതിന് ഇക്വലൻ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ വരയ്ക്കാം. ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് തന്ന സർക്യൂട്ട് ഡയഗ്രാം. ഈ LED എപ്പോഴാണ് ഓണാവാൻ നോക്കാം. നമുക്കറിയാം, നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഹയർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ 1 എന്ന് യൂസ് ചെയ്യും. ലോവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും 0 എന്ന് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ LED കത്തുമെങ്കിൽ അതിൻ്റെ മീനിങ് ഔട്ട്പുട്ട് 1 ആണെന്നാണ്. LED കത്തുന്നില്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഔട്ട്പുട്ട് 0 എന്നാണ്.
അറിയാലോ, LED കത്തുമെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്, LED കത്തുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് 0. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് അതാണ്. അടുത്തത് ഇവിടെ 2 കീ തന്നിട്ടുണ്ട്, 2 കീ. ഓക്കെ അല്ലേ? കീ ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ഇൻപുട്ട് 0 എന്നാണ്. ഇത് K1ഉം ഇത് K2 ആണെന്ന് വിചാരിക്കുക. കീ ഓപ്പൺ ആണ്, പറഞ്ഞാൽ കറണ്ട് പോകുന്നില്ല, ഈ ബ്രാഞ്ച് കൂടെ കറണ്ട് പോകുന്നില്ല. അതിൻ്റെ മീനിങ് എന്താണ്? ഔട്ട്പുട്ട് ലോ അല്ല ഇൻപുട്ട് ലോ ആണ്. ദെർഫോർ ഇൻപുട്ട് സ്റ്റേറ്റ് 0 ആണ്. ഇനി കീ ക്ലോസ്ഡ് ആണ്. കീ ക്ലോസ്ഡ് പറഞ്ഞാൽ ഇങ്ങനെ വരും. കീ ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ദെർഫോർ ഇറ്റ് വിൽ ബി 1. ഡൗട്ടില്ലല്ലോ? അപ്പോൾ അത്രയും പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. കീ ക്ലോസ്ഡ് ആണെങ്കിൽ 1 ആണ്, കീ ഓപ്പൺ ആണെങ്കിൽ 0 ആണ്. അതുപോലെ LED കത്തുന്നെങ്കിൽ 1 ആണ്, LED കത്തുന്നില്ലെങ്കിൽ 0 ആണ്. ഡൗട്ടില്ലല്ലോ? ഇനി ഞാൻ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ K1 K2 LED അങ്ങനെ എഴുതിയിട്ടുണ്ട്. K1 K2 LED. അത് ഞാൻ രണ്ടും ഓപ്പൺ ആക്കി വെച്ചു. എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് K1 0 K2 0, LED കത്തുമില്ലേ നോക്കണം. നോക്കിക്കേ, ഇത് നിങ്ങൾ +6 വോൾട്ടാണ് കൊടുക്കുന്നത്, +6 വോൾട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വോൾട്ടേജിൽ നിന്ന് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ 2 ബ്രാഞ്ചിൽ കൂടി എന്ത് പോകില്ല? കറണ്ട് പോകില്ല. കാരണം ഈ 2 കീയും എന്താണ്? ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പറയുന്നത്? കറണ്ട് ഏത് കൂടെ കയറി പോകും? LED കൂടെ കയറിപ്പോയി നേരെ ഗ്രൗണ്ടിലേക്ക് പോകും. വിച്ച് മീൻസ് ദാറ്റ് ഈ LED കൂടെ കറണ്ട് പോകുന്നുണ്ട്, LED എന്ത് ചെയ്യും? കത്തും. LED കത്തുമെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? 1 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ എന്ത് കിട്ടും? 1 കിട്ടും. ഡൗട്ടില്ലല്ലോ? ഇനി അടുത്തത് 1 0 കൊടുക്കുക. 1 0 എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഇത് മാത്രം നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഈ ബ്രാഞ്ച് കൂടെ കറണ്ട് പോവില്ല. കാരണം 2 സീരീസ് ആണ്. ഇത് രണ്ടും ക്ലോസ് ആണെങ്കിൽ മാത്രമേ ഇത് കൂടെ എന്ത് പോകുള്ളൂ? കറണ്ട് പോകുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് 1 0 ആണെങ്കിലും ഇതിലേ കറണ്ട് പോകില്ല, കറണ്ട് ഇതിലേ പോവുക, LED കൂടെയാണ് പോവുക. വിച്ച് മീൻസ് ദാറ്റ് LED കത്തും. അപ്പോൾ 1 0 ആണെങ്കിൽ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് 0 1, സെയിം കണ്ടീഷൻ തന്നെയാണ്. ഇത് നേരെ തിരിച്ചു വരും. ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ആണ്. കറണ്ട് പോവില്ല. LED കൂടെ ആണ് കറണ്ട് പോവുക. ദെർഫോർ LED കത്തും. 0 1 എന്ന് പറഞ്ഞാൽ 1. ഡൗട്ടില്ലല്ലോ? ഇനി അടുത്തത് 1 1 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? രണ്ടും ക്ലോസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ രണ്ടും സർക്യൂട്ട് ഫുൾ കംപ്ലീറ്റ് ആയി. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ സർക്യൂട്ട് കൊടുക്കുന്ന നോക്കിയാൽ LEDക്കും റെസിസ്റ്ററിനും കൂടി പാരലായിട്ടാണ് സർക്യൂട്ട് കൊടുക്കുന്നത്. ഇതൊരു ഷോർട്ട് സർക്യൂട്ടാണ് ആക്ച്വലി. കാരണം ഈ ബ്രാഞ്ചിൽ തന്നെ റെസിസ്റ്റർ നിങ്ങൾ കാണുന്നില്ല. ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ പിന്നെ ഈ ഇതിലൂടെ എന്ത് പോകില്ല? കറണ്ട് പോകില്ല. ഷോർട്ട് സർക്യൂട്ടിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലോ റെസിസ്റ്റൻസ് പാത്താണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇതിലൂടെ കറണ്ട് പോലെ ഫുൾ കറണ്ട് ഇതിലാണ് പോവുക. വിച്ച് മീൻസ് ദാറ്റ് LED എന്ത് ചെയ്യില്ല? LED കത്തൂല. കാരണം LED കൂടെ കറണ്ട് പോകില്ല. ഇവിടുത്തെ കറണ്ട് പിന്നെ ഫുൾ ആയിട്ട് ഇതിലാണ് പോവുക. ബിക്കോസ് ദിസ് ഈസ് ഷോർട്ട് സർക്യൂട്ട്. LED കൂടെ കറണ്ട് പോലെ LED കത്തൂല. അപ്പോൾ 1 1 കൊടുത്താൽ LED കത്തൂല. ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന. അപ്പോൾ നിങ്ങൾക്കൊരു ട്രൂത്ത് ടേബിൾ കിട്ടി. ഈ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് അറിയുന്ന ട്രൂത്ത് ടേബിളാണ്. 0 0 കൊടുത്താൽ 1, 1 0 കൊടുത്താൽ 1, 0 1 കൊടുത്താൽ 1, 1 1 കൊടുത്താൽ 0. ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഇത് NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ താഴെ തന്ന ബൂളിയൻ എക്സ്പ്രഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ കറക്റ്റ് ആൻസർ? NAND ആണ് കറക്റ്റ് ആൻസർ. ഫോർ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ല 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 10 kilogram ഈസ് ഇൻ കോണ്ടാക്ട് അഗെയിൻസ്റ്റ് ദ ഇന്നർ വാൾ ഓഫ് എ ഹോളോ സിലിണ്ടറിക്കൽ ഡ്രം ഓഫ് റേഡിയസ് 1 meter. The coefficient of friction between the block and the inner wall of the cylinder is 0.1. The minimum angular velocity needed for the cylinder to keep the block stationary when the cylinder is vertical and rotating about its axis will be. Take G equal to 10 meter per second square. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കേട്ട് നിങ്ങൾ പേടിക്കുന്ന വേണ്ട. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആ ഫിഗർ വരയ്ക്കാം. ഒരു ഹോളോ സിലിണ്ടർ വന്നിട്ടുണ്ട്. വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹോളോ സിലിണ്ടർ വന്നിട്ടുണ്ട്. ഈ ഹോളോ സിലിണ്ടറിൻ്റെ ഇന്നർ വാൾസിൽ ഞാനൊരു മാസ് ഇങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഒരു ഹോളോ സിലിണ്ടർ ഇങ്ങനെ വെച്ചു, ഈ മാസ് ഇങ്ങനെ വെച്ചു. ഈ മാസ് ഇങ്ങനെ വെച്ചാൽ മാസ് ഇവിടെ നിൽക്കുമോ? ഇല്ല, മാസ് ഇവിടെ നിൽക്കില്ല. മാസ് എന്ത് ചെയ്യും? താഴേക്ക് സ്ലിപ്പായിട്ട് പോകും. ഓക്കെ അല്ലേ? ഇത് സ്ലിപ്പായിട്ട് പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഈ ഹോളോ സിലിണ്ടറിനെ ഈ വെർട്ടിക്കൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യിച്ചു. ഈ ഹോളോ സിലിണ്ടറിനെ വെർട്ടിക്കൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യിച്ചു. അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യിച്ചു? ഇനി ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നിയ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിച്ചാൽ ഈ മാസ് ഇവിടെ നിൽക്കില്ല. നിങ്ങൾ ഈ മാസ് ഇവിടെ സ്റ്റഡി ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് നിർത്തണമെങ്കിൽ നിങ്ങൾ എത്ര മിനിമം ആംഗുലാർ വെലോസിറ്റിയിൽ കറക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എത്ര മിനിമം ആംഗുലാർ വെലോസിറ്റിയിൽ കറക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഞാനുള്ളത്. വിച്ച് മീൻസ് ഇതാണ് ഫ്രെയിം. ഈ ഫ്രെയിം ആരുടെ ഉള്ളിലാണുള്ളത്? സിലിണ്ടറിൻ്റെ ഉള്ളിലാണുള്ളത്. ഈ സിലിണ്ടറിൻ്റെ പ്രത്യേകത, സിലിണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇവിടെ ഫ്രെയിം എന്താണ്? റൊട്ടേറ്റിംഗ് ആണ്. ഫ്രെയിം റൊട്ടേറ്റിംഗ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ
ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ആരെ കൺസിഡർ ചെയ്യണം? സ്യൂഡോ ഫോഴ്സ് ആയ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ സ്യൂഡോ ഫോഴ്സ് എന്താണെന്നും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്നൊക്കെ അറിയാത്തവർക്കായിട്ട് ഞാൻ സ്യൂഡോ ഫോഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ സ്യൂഡോ ഫോഴ്സിനെ കൺസിഡർ ചെയ്യണം, കാരണം ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന ഫ്രെയിം റൊട്ടേറ്റിംഗ് ആണ്. ഇവിടുത്തെ സ്യൂഡോ ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? റൊട്ടേറ്റീവ് ഫ്രെയിമിൻ്റെ സ്യൂഡോ ഫോഴ്സിന് വിളിക്കുന്ന പേര് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഔട്ട് അവേ ഫ്രം ദി സെൻറ്റർ. അപ്പോൾ ഇങ്ങോട്ട് ആരുണ്ട്? എഫ് സി എന്ന് എഴുതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇനി ഞാനിതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോണേ. ലെഫ്റ്റിലേക്ക് എഫ് സി ഉണ്ട്, പ്രശ്നമില്ലല്ലോ. ഇനി മുകളിലേക്ക് ആരുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. താഴേക്ക് ആരുണ്ടാവും? എം ജി ഉണ്ടാവും. ഈ എം ജി ആണ് ഈ ബ്ലോക്കിനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നത്. ഈ ബ്ലോക്ക് വിടാതിരിക്കണമെങ്കിൽ ആ ബ്ലോക്കിന് ആര് ക്യാൻസൽ ചെയ്യണം? നമ്മളുടെ ഫ്രിക്ഷൻ ക്യാൻസൽ ചെയ്യണം. ഡൗട്ടില്ലല്ലോ. ഇനി നമുക്ക് എഴുതാം ഫോർ ദ ബ്ലോക്ക് ടു ബി സ്റ്റേഷനറി. നമുക്കറിയാവുന്ന കാര്യം എം ജി ഈസ് ഈക്വൽ ടു എന്താണ്? ഫ്രിക്ഷൻ ആയിരിക്കണം. എം ജി ഈസ് ഈക്വൽ ടു ഫ്രിക്ഷൻ ആയിരിക്കണം. ഇനി എം ജി ഈസ് ഈക്വൽ ടു ഫ്രിക്ഷന് നമുക്ക് മ്യൂ ഇൻറ്റു നോർമൽ ഫോഴ്സ് എഴുതി കൂടെ. എം ജി ഈസ് ഈക്വൽ ടു ഫ്രിക്ഷൻ വരെ മ്യൂ ഇൻറ്റു നോർമൽ ഫോഴ്സ്. ശ്രദ്ധിക്കുക, ഇവിടെ നോർമൽ ഫോഴ്സ്, ഫ്രിക്ഷന് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ് ആക്ച്വലി ആരാ? ഇവിടെ എഫ് സെൻട്രിഫ്യൂഗലാണ്. അപ്പോൾ ഇവിടുത്തെ നോർമൽ ഫോഴ്സ് ആരാ? എഫ് സെൻട്രിഫ്യൂഗലാണ്. ദെർഫോർ നമുക്ക് എം ജി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എഫ് സെൻട്രിഫ്യൂഗൽ ഓർ എം ജി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എം ആർ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ. ഞാനിവിടെ എം ആർ ഒമേഗ സ്ക്വയർ എന്ന് എടുക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ ആംഗുലാർ വെലോസിറ്റി ആണ് ചോദിച്ചത്. ഇനി പരിപാടി കഴിഞ്ഞു. എം പോയി ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ജി ബൈ മ്യൂ ആർ എന്ന് കിട്ടും. ജി എന്ന് പറഞ്ഞാൽ 10 മ്യൂ എന്ന് പറയുമ്പോൾ 0.1 ആണ്, റേഡിയസ് 1 ആണ്. ഡൗട്ടില്ലല്ലോ. അപ്പോൾ 10/0.1 എന്ന് പറഞ്ഞാൽ 100 കിട്ടും. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 100 ഓർ ഒമേഗ ഈസ് ഈക്വൽ എന്ന് കിട്ടും √100 ഓർ 10 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 10 റേഡിയൻ പെർ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു 30 സെക്കൻഡോട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ബ്ലോക്ക് ഇവിടെ വിടാതിരിക്കണമെങ്കിൽ ഈ ഫ്രിക്ഷനും എം ജിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി ഫ്രിക്ഷന് ആവശ്യമായ നോർമൽ ഫോഴ്സ് കൊടുക്കുന്ന ഇവിടെ ആക്ച്വലി ആരാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ബോഡി എ ഓഫ് മാസ് 4m മൂവിങ് വിത്ത് സ്പീഡ് u കൊളൈഡ്സ് വിത്ത് അനദർ ബോഡി ഓഫ് മാസ് 2m അറ്റ് റെസ്റ്റ്. ഇപ്പോൾ കൊളീഷനിലെ ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ബോഡി ഉണ്ട്. ആദ്യത്തെ ബോഡിയുടെ മാസ് 4m, സ്പീഡ് u ആണ്. അടുത്ത ബോഡിയുടെ മാസ് 2m, റെസ്റ്റിലാണ്. ദ കൊളീഷൻ ഈസ് ഹെഡ് ഓൺ ആൻഡ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അപ്പോൾ 1 ഡയമെൻഷണൽ കൊളീഷനാണ്, ഹെഡ് ഓൺ കൊളീഷനാണ്. പിന്നെ മാത്രമല്ല പ്യുവർലി ഇലാസ്റ്റിക് കൊളീഷനുമാണ്. ആഫ്റ്റർ ദ കൊളീഷൻ ദ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ബൈ ദ കൊളൈഡിങ് ബോഡി എ ഈസ്. അപ്പോൾ ഒന്നാമത്തെ ബോഡിയുടെ എനർജി ലോസ്റ്റിൻ്റെ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാം, ശ്രദ്ധിക്കാം. 2 ബോഡി ഉണ്ട്. ആദ്യത്തെ ആളുടെ മാസ് 4m ആണ്, ഇയാളുടെ വെലോസിറ്റി u ആണ്. വേറൊരാളുണ്ട്, അയാളുടെ മാസ് 2m ആണ്, റെസ്റ്റിലാണ്. ഇവർ രണ്ടുപേരും കൂടി കൊളൈഡ് ചെയ്തിട്ട് രണ്ടുപേരും മുന്നിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ശ്രദ്ധിക്കുക, ഇയാൾ വന്നിട്ട് ഇയാളെ കൊളൈഡ് ചെയ്യുമ്പോൾ ഇയാളുടെ വെലോസിറ്റി കുറയും, ഇയാളുടെ വെലോസിറ്റി കൂടും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഹെഡ് ഓൺ കൊളീഷനിൽ ഇയാളുടെ വെലോസിറ്റി കുറയും, ഇയാളുടെ വെലോസിറ്റി കൂടും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇയാൾക്ക് വെലോസിറ്റി കുറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി കുറയും. ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജിയാണ് ലോസ്റ്റ് ആയതെന്നാണ് ക്വസ്റ്റ്യൻ. ഡൗട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഞാൻ ഇയാളുടെ കാര്യമാണ് പറയുന്നത്, ഒന്നാമത്തെ ആൾ, ഇയാൾ എ, ഇയാൾ ബി, ഒന്നാമത്തെ ആളുടെ കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ ആളുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി E1 ആണെന്ന് വിചാരിക്കുക, ഫൈനൽ കൈനറ്റിക് എനർജി E2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E1 മൈനസ് E2/E1 അല്ലെങ്കിൽ ഡെൽറ്റ E/E ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ E/E അല്ലെങ്കിൽ E1 മൈനസ് E2/E1. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് u. കൊളൈഡ് ചെയ്തതിന് ശേഷമുള്ള വെലോസിറ്റി, ഇയാളെ വെലോസിറ്റി ഞാൻ V1 എന്ന് വിളിക്കാൻ പോകണം, ഇയാളെ വെലോസിറ്റി V2 എന്ന് വിളിക്കാൻ പോകണം. കൊളൈഡ് ചെയ്തതിന് ശേഷമുള്ള വെലോസിറ്റി V1-ഉം നമുക്ക് V2 കണ്ടുപിടിക്കേണ്ട, കാരണം ഒന്നാമത്തെ ആളെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ E/E അല്ലെങ്കിൽ E1 മൈനസ് E2/E1. E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, E2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ ഫൈനൽ കൈനറ്റിക് എനർജി. ഇനി E1 കണ്ടുപിടിക്കാൻ സിമ്പിളാണ്, കാരണം മാസ് വന്നിട്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്. പക്ഷേ E2 കണ്ടുപിടിക്കാൻ അവർ എന്ത് തന്നിട്ടില്ല? ഫൈനൽ വെലോസിറ്റി തന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പരിപാടി ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഒരു ഇലാസ്റ്റിക് കൊളീഷനിൽ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. V1-ഉം V2. V1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുടെ ഫൈനൽ വെലോസിറ്റി, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്.
m1 minus m2 by m1 plus m2 into u1 plus 2m2 by m1 plus m2 into u2. 2m2 by m1 plus m2 into u2. ഇതാണ് ഒന്നാമത്തെ ആളുടെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സിമിലർലി രണ്ടാമത്തെ ആളുടെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2m1 by m1 plus m2 into u1 minus m1 minus m2 by m1 plus m2 into u2. ഇത് ആക്ച്വലി നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഇക്വേഷൻ ആണ്. ഡിറൈവേഷൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരിക്കുക. u1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ ഇനീഷ്യൽ വെലോസിറ്റി, u2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ ഇനീഷ്യൽ വെലോസിറ്റി. നമുക്കിവിടെ v1 മാത്രം മതി, v2 വേണ്ട, കാരണം ഒന്നാമത്തെ ആളുടെ ഫ്രാക്ഷൻ ഓഫ് എനർജിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇവിടെ v2ൻ്റെ ഇക്വേഷൻ മായ്ച്ചു. ഇനി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് v1 കണ്ടുപിടിക്കാം. v1 m1 മൈനസ് m2, m1 എത്രയാണ് 4m, m2 എത്രയാണ് 2m, 4m മൈനസ് 2m എന്ന് പറയുമ്പോൾ 2m ബൈ m1 പ്ലസ് m2 എന്ന് പറയുമ്പോൾ 6m ഇൻറ്റു u1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ ഇനീഷ്യൽ വെലോസിറ്റി u. ഇനി ഈ ടേം എഴുതണ്ട, കാരണം u2 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തം എന്തായിക്കോളും, 0 ആയി പോയിക്കോളും. അപ്പോൾ 2m പോയി 2ഉം 6ഉം പോയി, അവസാനം ആൻസർ എന്ത് വരും, v1 ഈസ് ഈക്വൽ ടു u/3 എന്ന് വരും. v1 ഈസ് ഈക്വൽ ടു u/3. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആളുടെ ഫൈനൽ വെലോസിറ്റി കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് e1 മൈനസ് e2 ബൈ e1 അല്ലേ? ഞാനിവിടെ എഴുതാൻ പോവാണ് ഡെൽറ്റ ഇ ബൈ ഇ ഈസ് ഈക്വൽ ടു e1 എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ് e1. അപ്പോൾ ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 4m ഇൻറ്റു വി സ്ക്വയറിന് പകരം യു സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു 4m ഇൻറ്റു e2 എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി എന്താ, u/3. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്താ വരിക, u സ്ക്വയർ ബൈ 9 ഡിവൈഡഡ് ബൈ e1 എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 4m ഇൻറ്റു യു സ്ക്വയർ തന്നെ. അപ്പോൾ ഹാഫ് ഇൻറ്റു 4m ഇൻറ്റു യു സ്ക്വയർ ഒക്കെ കോമൺ ആണ്, ഒക്കെ പോയി. ഹാഫ് ഇൻറ്റു 4m ഇൻറ്റു യു സ്ക്വയർ, ഹാഫ് ഇൻറ്റു 4m ഇൻറ്റു യു സ്ക്വയർ ഒക്കെ പോയി. ബാക്കി ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 1/9. 1 മൈനസ് 1/9 എന്താ, 8/9. ദെർഫോർ ആൻസർ എന്ത് വരും, 8/9. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? സിമ്പിളാണ്. ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ e1 മൈനസ് e2 ബൈ e1 അല്ലെങ്കിൽ ഡെൽറ്റ e/e ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ e2 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ വെലോസിറ്റി വേണം. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. സിമ്പിളാണ്. ഓക്കെ അല്ലേ? ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ഓഫ് എനർജി ലോസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ മതി. 8/9 ഇൻറ്റു 100. ഡൗട്ടില്ലല്ലോ? അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. The speed of a swimmer in still water is 20 meter per second. The speed of a swimmer in still water is 20 meter per second. The speed of river water is 10 meter per second. The speed of river water is 10 meter per second and is flowing due east. ഈസ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. If he is standing on the south bank and wishes to cross the river along the shortest path, the angle at which he should make his strokes with respect to north is given by. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റിവർ ക്രോസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റിവർ ക്രോസിങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ള തിയറി ഒന്ന് ഞാൻ പറയാം. റിവർ ക്രോസിങ്ങിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് പ്രോബ്ലം ഉണ്ടാവുക. ഒന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലവും, അടുത്തത് ഷോർട്ടസ്റ്റ് ടൈമിൻ്റെ പ്രോബ്ലം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, രണ്ടാമത്തെ ഷോർട്ടസ്റ്റ് ടൈം. ഓക്കെ അല്ലേ? ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റിയ ഫുൾ പരിപാടി കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഇതാണ് റിവർ എന്ന് വിചാരിക്കുക. ഇയാൾക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലാണ് എയിൽ നിന്ന് ഈ ഒന്നാമത്തെ ബാങ്ക്, ഇത് രണ്ടാമത്തെ ബാങ്ക്. ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് രണ്ടാമത്തെ ബാങ്കിലേക്ക് അയാൾക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലാണ് പോകേണ്ടത്. റിവർ ദാ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ശ്രദ്ധിക്കുക, ഇയാൾ ഇവിടെ നിൽക്കുന്ന ഇയാളുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കുമല്ലോ. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. പക്ഷേ പ്രശ്നമുണ്ട്, ഇയാൾ ഇങ്ങനെ നീന്തിയാൽ ഇയാൾ ഒരിക്കലും ഇവിടെ എത്തില്ല. ഇയാൾ ഇവിടെയാണ് എത്തുക, കാരണം റിവർ അങ്ങോട്ട് അയാൾ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇയാൾ നേരെയല്ല നീന്തേണ്ടത്, അയാൾ കുറച്ച് ചെരിഞ്ഞാണ് നീന്തേണ്ടത്. ദെർഫോർ ഇങ്ങനെയാണ് അയാൾ നീന്തേണ്ടത്. ദെർഫോർ ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് മാൻ. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റിവർ. Therefore, this will be the relative velocity of man and river. VMR എന്ന് എഴുതി. ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. റൈറ്റ് ട്രയാങ്കിൾ ഞാനിവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ട കാര്യം, നേരെ നീന്തിയാൽ നേരെ പോകില്ല. അപ്പോൾ നിങ്ങൾ ചെരിഞ്ഞ് നീന്തണം. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് ആണ് വെലോസിറ്റി ഓഫ് മാൻ, ഇത് ബേസ് വെലോസിറ്റി ഓഫ് റിവർ, ഇത് ഹൈറ്റ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ, VMR. ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ചിലപ്പോൾ VMR റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മാൻ ആൻഡ് റിവർ ചോദിക്കും, അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് വെലോസിറ്റി ഓഫ് മാൻ ആൻഡ് റിവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെ ഇതാ, VMR is equal to root of
വി എം സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയർ, വി എം ആർ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് വി എം സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയർ. അടുത്തത് നിങ്ങളോട് ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ ആണ് ചോദിക്കുക. ഒരു വിഡ്ത്ത് ഓഫ് ദി റിവർ തരും. സപ്പോസ് ഡി ഇസ് ദ വിഡ്ത്ത് ഓഫ് ദി റിവർ. അപ്പോൾ ടൈം ടേക്കൺ ടു ക്രോസ് റിവർ ടി ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെയുള്ള ആൾ ഇവിടെ എത്തി, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നിട്ട് ഡി ഈക്വൽ ടു, നമുക്കറിയാം വിഡ്ത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലാണ് അളക്കുക അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലാണ് അളക്കുക. അപ്പോൾ ഇതേ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, ഇവിടെ നിങ്ങൾ 3 വെലോസിറ്റി ഉണ്ട്, വി എം, വി ആർ, വി എം ആർ. അപ്പോൾ നമ്മൾ ഈ വിഡ്ത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആണ് അളക്കുക, അല്ലാതെ റിവറിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇങ്ങനെ അളന്നിട്ടാണോ നമ്മൾ റിവറിൻ്റെ വിഡ്ത്ത് പറയുക? അല്ല, നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ അളന്നിട്ടാണ് റിവറിൻ്റെ വിഡ്ത്ത് പറയുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണ് അളക്കുന്നതെങ്കിൽ അതേ ഡയറക്ഷനുള്ള വെലോസിറ്റി നിങ്ങൾ എടുക്കണം. അതേ ഡയറക്ഷനുള്ള വെലോസിറ്റി ആരാ? വി എം ആർ. അപ്പോൾ ടി ഈക്വൽ ടു ഡി ബൈ വി എം ആർ, ടി ഇസ് ഈക്വൽ ടു ഡി ബൈ വി എം ആർ. വി എം ആർ എന്താണ്? ഞാൻ മുകളിൽ റൂട്ട് ഓഫ് വി എം സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയർ. അപ്പോൾ ഇതാണ് ടൈം ടേക്കൺ ടു ക്രോസ് ദി റിവർ. അടുത്ത് നിങ്ങളോട് ചോദിക്കുക, ഈ ആംഗിളാണ് തീറ്റ, ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നീന്തേണ്ടത് ചോദിക്കും. എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നീന്തേണ്ടത് ചോദിക്കും. ശ്രദ്ധിക്കണം, ഈ ആംഗിൾ നമ്മൾ വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ചോദിക്കും, ചിലപ്പോൾ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ റിവറുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ചോദിക്കും. അപ്പോൾ വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് ഈ ട്രയാംഗിൾ തന്നെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നോക്കാം, നിങ്ങൾക്ക് വി എമ്മും വി ആറും അറിയാമെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വി ആർ ബൈ വി എം. ഒപ്പം തീറ്റ ഈക്വൽ എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് വി ആർ ബൈ വി എം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം, തന്നിട്ടുള്ള ക്വാണ്ടിറ്റി അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആംഗിൾ ഉണ്ടാക്കാം. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വി ആർ ബൈ വി എം. അപ്പോൾ ഫിഗർ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാ സാധനവും അതിൽ നിന്ന് തന്നെ കിട്ടും. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇനി ഇതേ ക്വസ്റ്റ്യൻ ആംഗിൾ മെയ്ഡ് ബൈ ദ മാൻ വിത്ത് ദ ഹൊറിസോണ്ടൽ എന്നാണെങ്കിൽ നിങ്ങൾ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? തീറ്റ കണ്ടുപിടിച്ചിട്ട് പ്ലസ് 90 കൂട്ടി കൊടുത്താൽ മതി. ഡൗട്ട് ഇല്ലല്ലോ? നിങ്ങൾക്ക് തീറ്റ കിട്ടിയത് തീറ്റ ആണെങ്കിൽ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന തീറ്റ കിട്ടിയത് 30 ആണെങ്കിൽ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 90 + 30 120. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലം. ഇനി ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഷോർട്ടസ്റ്റ് പാത്ത് ശ്രദ്ധിക്കണം. ഷോർട്ടസ്റ്റ് പാത്ത് അല്ല, ഷോർട്ടസ്റ്റ് ടൈം. ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ ഇപ്പോൾ എഴുതി വെച്ചു. ഷോർട്ടസ്റ്റ് ടൈം ശ്രദ്ധിക്കണം. ഷോർട്ടസ്റ്റ് ടൈമിലാണ് റിവർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ കേട്ടോ. ഷോർട്ടസ്റ്റ് ടൈമിലാണ് ഇയാൾക്ക് എത്തേണ്ടതെങ്കിൽ നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇയാൾ പെർപെൻഡിക്കുലർ ടു ദി റിവറാണ് ഇയാൾ നീന്തേണ്ടത്. ഇയാൾ പെർപെൻഡിക്കുലർ ടു ദി റിവർ നീന്തണം. അപ്പോൾ ഇവിടെയാണ് ഇയാളുള്ളതെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദി റിവറാണ് ഇയാൾ നീന്തേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതാണ് ഇയാൾ ഒറിജിനൽ നീന്തുന്ന ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇതാണ് ഇയാളുടെ ഒറിജിനൽ വെലോസിറ്റി വി എം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കറിയാം ഇയാൾ നേരെ നീന്തിയാൽ ഇയാൾ നേരെയാണ് പോവുക, അല്ല അയാൾ ചെരിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ഇത് വി ആർ ആണെങ്കിൽ ഇതാണ് എന്ത് കിട്ടുക? വി എം ആർ കിട്ടുക. ഇതാണ് വി എം ആർ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടി. ഇവിടെയും റൈറ്റ് ട്രയാംഗിൾ കിട്ടി, ഇവിടെയും റൈറ്റ് ട്രയാംഗിൾ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടി. ഈ റൈറ്റ് ട്രയാംഗിൾ കിട്ടിയ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇത് വി എം, ഇത് വി ആർ, ഇത് വി എം ആർ. ഇവിടെ നിങ്ങൾക്ക് വി എം ആർ എന്താ കിട്ടുക? അവിടെ വി എം ആർ ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ വി എം ആയിരുന്നു ഹൈപ്പോട്ടന്യൂസ്, പക്ഷേ ഇവിടെ വി എം ആർ ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ വി എം ആർ ഈസ് ഈക്വൽ എന്ത് കിട്ടി? റൂട്ട് ഓഫ് വി എം സ്ക്വയർ പ്ലസ് വി ആർ സ്ക്വയർ. വി എം ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എം സ്ക്വയർ പ്ലസ് വി ആർ സ്ക്വയർ. അടുത്തത് നിങ്ങളോട് ചോദിക്കുക, ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ. വിഡ്ത്ത് ഓഫ് ദി റിവർ തരും. ഞാൻ പറഞ്ഞു വിഡ്ത്ത് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ലൈനിലാണ് അളക്കുക. സ്ട്രെയിറ്റ് ലൈനിൽ അതേ ഡയറക്ഷനുള്ള ആളാരാ? വി എം. വിഡ്ത്തിൻ്റെ അതേ ഡയറക്ഷനുള്ള ആൾ വി എം. അപ്പോൾ ടി ഈസ് ഈക്വൽ എന്ത് കിട്ടും? ഡി ബൈ വി എം. ഇവിടെ ടി ഈക്വൽ ഡി ബൈ വി എം ആർ ആണ്, ഇവിടെ ടി ഈക്വൽ ഡി ബൈ വി എം ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നിങ്ങളോട് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മാൻ. നിങ്ങൾക്കറിയാം ഇയാൾ നേരെ പോയാൽ നേരെ ഇവിടെ എത്തില്ല, അയാൾ കുറച്ചപ്പുറം പോയിട്ടാണ് അയാൾ എത്തുക. അപ്പോൾ ആ ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കാം, ഇയാളെ ഇത്രയും ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ എത്തേണ്ട അയാൾ ഇപ്പോൾ എവിടെ എത്തിയത്? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തേണ്ട ആൾ ഇപ്പോൾ എവിടെ എത്തിയത്? സിയിലേക്കാണ് എത്തിയത്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് ആൾ കൊണ്ടുപോകുന്നത് ആക്ച്വലി ആരാണ്? ഇവിടെ റിവറാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ വെലോസിറ്റി ഓഫ് ഇവിടെ ആൾ കൊണ്ടുപോകുന്ന ആരാ? റിവറാണ്. വി ആർ ഇൻറ്റു ടി. ഈ ടൈം എന്താ നമുക്കറിയാം? ടൈം എന്താ? ഡി ബൈ വി എം ആണ്. ഫോർ എക്സ് ഈക്വൽ എന്ത് കിട്ടി? വി ആർ ഇൻറ്റു ഡി ബൈ വി എം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റിവർ ക്രോസിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും ഷോർട്ടസ്റ്റ് ടൈമും. അപ്പോൾ ആകെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം 2 ട്രയാംഗിൾ വരയ്ക്കാൻ പഠിച്ചാൽ മതി. അത് പറഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആംഗിളാണ്. ദ ആംഗിൾ അറ്റ് വിച്ച് ഹി ഷുഡ് മേക്ക് ഹിസ് സ്ട്രോക്സ് വിത്ത് റെസ്പെക്ട് ടു നോർത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. വിത്ത് റെസ്പെക്ട് ടു നോർത്ത് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്പീഡ് ഓഫ് സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് എന്നുണ്ട് എന്ന് പറഞ്ഞാൽ വി എം വന്നിട്ടുണ്ട് 20 ആണ്. ഇപ്പോൾ ഇതിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ വി എം വന്നിട്ടുണ്ട് 20 ആണ്.
പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് ഓഫ് റിവർ വാട്ടർ ഈസ് 10 എന്ന് പറഞ്ഞാൽ VR എന്നുണ്ട്. അവിടെ ഏറ്റവും നല്ല എന്തെടുക്കാണ്, സൈൻ തീറ്റ എടുക്കുകയാണ്. ഇതാണ് ആംഗിൾ തീറ്റ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 10 ബൈ അഡ്ജസ്റ്റ് ഹൈപ്പോട്ടന്യൂസ് 20. സൈൻ തീറ്റ ഈക്വൽ ടു 1/2.5 എന്ന് കിട്ടും. അപ്പോൾ തീറ്റ ഈക്വൽ എത്ര കിട്ടും, 30 ഡിഗ്രി എന്ന് കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡൊക്കെ മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ അല്ലേ, തിയറി അറിഞ്ഞിരുന്നാൽ ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, റിവർ ക്രോസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മാസ് M is attached to thin wire and whirled in a vertical circle. The wire is most likely to break when? വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യാൻ. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇനി പോകുന്നില്ല. വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ നമുക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ ഞാൻ പറഞ്ഞു ടെൻഷൻ ഏറ്റവും മാക്സിമം ആവുക താഴെയാണ്, ടെൻഷൻ ഏറ്റവും മിനിമം ആകുക മുകളിലാണ്. നമ്മൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, ബോഡി ഇങ്ങനെ വെർട്ടിക്കൽ സർക്കുലർ മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ബോഡി ഈ പൊസിഷനിൽ എത്തുമ്പോഴാണ് ടെൻഷൻ മാക്സിമം ആവുക. ടെൻഷൻ ഈസ് ഈക്വൽ ടു മാക്സിമം. ബോഡി ഈ പൊസിഷനിൽ എത്തുമ്പോഴാണ് ടെൻഷൻ ഈസ് ഈക്വൽ ടു മിനിമം. ഈ പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ നിന്ന് താഴെ നിന്ന് ബോഡി മുകളിലേക്ക്, ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ടെൻഷൻ കുറഞ്ഞ് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ടെൻഷൻ എന്താവും, മിനിമം ആവും. പിന്നെ താഴേക്ക് പോകുമ്പോൾ ടെൻഷൻ കൂടി ഏറ്റവും താഴെ എത്തുമ്പോൾ ടെൻഷൻ മാക്സിമം ആവും. ടെൻഷൻ എന്തുകൊണ്ടാണ് മിനിമം ആവും, എന്തുകൊണ്ടാണ് മാക്സിമം ആവാൻ കാരണം എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആവശ്യമുള്ളവർ പോയി കാണുക. ഇനി ശ്രദ്ധിക്കുക, ഇത് എപ്പോഴാണ് പൊട്ടാൻ ഏറ്റവും ചാൻസ് കൂടുതലാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ഇത് പൊട്ടുക, ഇതിൻ്റെ ടെൻഷൻ ഗ്രേറ്റർ ദാൻ ബ്രേക്കിംഗ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ കയറിന് താങ്ങാൻ പറ്റുന്ന ഒരു മാക്സിമം ടെൻഷൻ ഉണ്ട്. അതിനേക്കാളും ടെൻഷൻ ഈ കയറിന് കിട്ടിക്കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോവും. അപ്പോഴാണ് ഇത് പൊട്ടാനുള്ള കണ്ടീഷൻ. T ഗ്രേറ്റർ ദാൻ TBR എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ടെൻഷൻ. ഇനി നമുക്കറിയാം ടെൻഷൻ ഏറ്റവും മാക്സിമം താഴെയാണ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്കിംഗ് ടെൻഷനേക്കാളും ടെൻഷൻ കൂടാൻ ചാൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് എവിടെയാണ്, താഴെയാണ്. വിച്ച് മീൻസ് ദാറ്റ് ഏറ്റവും പൊട്ടാൻ ചാൻസ് ഉള്ളത് ബോഡി താഴെ എത്തുമ്പോഴാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളെ ആൻസർ എന്താ വരിക, ദ മാസ് ഈസ് അറ്റ് ദി ലോവസ്റ്റ് പോയിന്റ്. ഓപ്ഷൻ നമ്പർ 3 ആണ് വരിക. ഓക്കെ അല്ലേ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ y ഈസ് ഈക്വൽ ടു A0 പ്ലസ് A sin omega t പ്ലസ് B cos omega t. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ഓസിലേഷൻ ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഒരു ബോഡി SHMലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു ബോഡി SHMലാണ്, അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു A0 പ്ലസ് A sin omega t പ്ലസ് B cos omega t. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക, ഇതിൽ 3 ടേം ഉണ്ട്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് A0, ഇതൊരു സൈൻ ഫംഗ്ഷൻ ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഇത് ഒറ്റയ്ക്ക് എടുത്താൽ ഇതൊരു SHM ആണ്, ഇത് മാത്രം എടുത്താൽ ഇതൊരു SHM ആണ്. വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 SHM. ഇതൊരു 2 SHMൻ്റെ സൂപ്പർ പൊസിഷൻ ആണ് ഇക്വേഷൻ. നിങ്ങൾ സൂപ്പർ പൊസിഷൻ ഓഫ് SHM നിങ്ങൾ ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ. ഇനി സൂപ്പർ പൊസിഷൻ, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു SHM ആണ്, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു SHM ആണ്. അത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും, ഒരു SHM ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. ഓക്കെ അല്ലേ. സപ്പോസ് എൻ്റെ അടുത്ത് 2 SHM ഉണ്ട്. ഒരാൾ y1 ഈസ് ഈക്വൽ ടു A1 സൈൻ ഒമേഗ ടി, അടുത്ത ആൾ y2 ഈസ് ഈക്വൽ ടു A2 സൈൻ ഒമേഗ ടി പ്ലസ് 5. A2 സൈൻ ഒമേഗ ടി പ്ലസ് 5. വേർ 5 ഇസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 1 and 2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റെ ആംപ്ലിറ്റ്യൂഡ് A നെറ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. A നെറ്റ് ഈസ് ഈക്വൽ ടു A1 റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. ഇതാണ് റിസൾട്ടൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ. ഇനി റിസൾട്ടൻ്റ് ഫേസ് ഡിഫറൻസ് ടാൻ അബ്സലോൺ ആണ് റിസൾട്ടൻ്റ് ഫേസ് ഡിഫറൻസ്. അബ്സലോൺ ആണ് റിസൾട്ടൻ്റ് ഫേസ് ഡിഫറൻസ്. ടാൻ അബ്സലോൺ ഈസ് ഈക്വൽ ടു A2 സൈൻ 5 പ്ലസ് A1 പ്ലസ് A2 കോസ് 5. ഇതാണ് സൂപ്പർ പൊസിഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ഇക്വേഷൻ. ഒന്ന് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെയും അടുത്ത റിസൾട്ടൻ്റ് ഫേസ് ഡിഫറൻസിൻ്റെയും. ഈ 2 ഇക്വേഷൻ നിങ്ങൾ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടാവും. എവിടെ കണ്ടത്, വെക്ടർ അഡീഷനിൽ. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഡിറൈവ് ചെയ്ത് എടുക്കുന്ന സാധനമാണ്, ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു SHM ആണ്, ഒന്നാമത്തെ SHM, രണ്ടാമത്തെ SHM, രണ്ടുകൂടി സൂപ്പർ ഇമ്പോസ് ചെയ്ത ഇക്വേഷൻ ആണിത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ശ്രദ്ധിക്കുക, ഇത് സൈൻ ഫംഗ്ഷൻ ആണ്, ഇത് കോസ് ഫംഗ്ഷൻ ആണ്. സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്, സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം. സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. ദെർഫോർ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A നെറ്റ് ഈസ് ഈക്വൽ എന്താ വരിക, റൂട്ട് ഓഫ് A1 സ്ക്വയറിന് വരാം A സ്ക്വയർ പ്ലസ് A2 സ്ക്വയറിന് വരാം B സ്ക്വയർ
പ്ലസ് 2a1a2 എന്ന് പറയുമ്പോൾ 2ab ഇൻറ്റു കോസ് ഫൈക്ക് വരാൻ കോസ് 5/2 കോസ് 5/2 എന്താ 0. അപ്പോൾ ഈ ടേം മൊത്തമായിട്ട് പോയി. ബാക്കി എന്ത് വരും √a² പ്ലസ് b². Therefore this is the resultant amplitude of the SHM. ഓക്കെ അല്ലേ? അത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ആൾക്കാരെ സൂപ്പർ ഇമ്പോസ് ചെയ്താലുള്ള റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ അറിയേണ്ടത് സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണെന്ന് അറിയണം. ഡൗട്ടില്ലല്ലോ? അപ്പോൾ അതും കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. എ 800 ടേൺ കോയിൽ ഓഫ് എഫക്റ്റീവ് ഏരിയ 0.5 meter square 0.05 meter square is kept perpendicular to a magnetic field 5 × 10⁻⁵ Tesla. When the plane of the coil is rotated by 90 degree around any of its coplanar axis in 0.1 second, the EMF induced എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ഒരു കോയിലുണ്ട്. സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ ഒരു കോയിലുണ്ട്. ഈ കോയിലിന് ഞാനിതാ ഈ ആക്സിസിൽ കറക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനത്തിന് ഞാൻ ഇങ്ങനെ കറക്കി. ഡൗട്ടില്ലല്ലോ? 90 ഡിഗ്രി കറക്കുമ്പോൾ ഇതിൽ ഇൻഡ്യൂസ് ആവുന്ന EMFൻ്റെ ഇക്വേഷനാണ് ക്വസ്റ്റ്യൻ. 90 ഡിഗ്രി കറക്കുമ്പോൾ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഇക്വേഷനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം. നമുക്കറിയാം ഫ്രം ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു -Δ∅/Δt ആണ്. ഫ്രം ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു -Δ∅/Δt ആണ്. Therefore മൈനസ് ഇൻറ്റു Δ∅ നമുക്ക് ∅2 - ∅1 എഴുതാം /Δt. ഈ മൈനസ് നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ എന്താ കിട്ടുക? ∅1 - ∅2 /Δt എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ. ഈ ∅1ഉം ∅2ഉം കാണണം. ∅1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫ്ലക്സ് ആണ്. ∅1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫ്ലക്സ്. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ? B.A ആണ് അല്ലെങ്കിൽ BA cos θ ആണ്. ഇതാണ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ∅1 = B.A അല്ലെങ്കിൽ BA cos θ. or θ is the angle between magnetic field and aerial vector. θ is the angle between magnetic field and aerial vector. ഏരിയൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇതാണ് ഏരിയയെങ്കിൽ ഏരിയൽ വെക്ടർ എങ്ങനെ വരിക? പെർപെൻഡിക്കുലർ ഔട്ടാണ് വരിക. ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ആര്? ഏരിയൽ വെക്ടർ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ആദ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നവർ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം കോയിലുള്ളത്. ഏരിയൽ വെക്ടർ എങ്ങോട്ടാണ്? പുറത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക്. ഞാൻ ഏരിയൽ വെക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കല്ല വരച്ചത്. ഏരിയൽ വെക്ടർ ഉള്ളിലേക്കാണെന്ന് വിചാരിക്കുക. ഏരിയൽ വെക്ടർ ഉള്ളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംഗിൾ എത്രയാണ്? 0 ആണ്. വിച്ച് മീൻസ് ആറ്റ് ∅1 = നമുക്ക് എന്ത് എഴുതാം? BA cos 0 പറഞ്ഞാൽ 1 B × A തന്നെ വരും. ഇനി ബിൻ്റെയും എൻ്റെയും വാല്യൂ അവർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ∅1 = B × A എന്ന് കിട്ടി. ഇനി ∅2 ഇത് 90 ഡിഗ്രി കറക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കോയിൽ 90 ഡിഗ്രി കറക്കുമ്പോൾ ഇങ്ങനെ ആവില്ലേ? ഇങ്ങനെ ആകുമ്പോൾ നോക്കിക്കുക ഏരിയൽ വെക്ടർ ഇങ്ങോട്ടല്ലേ? ഇപ്പോൾ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. വിച്ച് മീൻസ് അറ്റ് ∅2 = BA cos 90 എന്ന് വരും. സംഭവം മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള കോയിലാണ് ഞാൻ 90 ഡിഗ്രി ഇറക്കുമ്പോൾ കോയിൽ ഇങ്ങനെയാവും. കോയിൽ ഇങ്ങനെ ആകുമ്പോൾ ഏരിയൽ വെക്ടർ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടോ എന്തായാലും ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. അപ്പോൾ ∅2 = B × A cos 90. cos 90 എന്താ? 0. അപ്പോൾ ∅2 എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. Therefore ഇൻഡ്യൂസ്ഡ് EMF = ഇവിടെ ∅1 - ∅2 /Δt ആണ്. ഇൻഡ്യൂസ്ഡ് EMF = BA/Δt എന്ന് കിട്ടും. കാരണം ∅2 0 ആണ്. BA/Δt. ഇനി നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസറായി. ഓക്കെ അല്ലേ? ഇനി ഒരു തന്നിട്ടുണ്ട് ഇനി ഒരു വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് വാല്യൂ നോക്കാം. ശ്രദ്ധിക്കണം. ഇത് നമ്പർ ഓഫ് ടേൺ 800 ടേൺസ് ഉള്ള സാധനമാണ്. Therefore നിങ്ങൾ എന്ത് ചെയ്യണം? N × BA/Δt. ഒരു ടേൺ ആണെങ്കിലാണ് B × A വരിക. N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ N × B × A എന്ന് വരും. അപ്പോൾ 800 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് 5 × 10⁻⁵ ഇൻറ്റു ഏരിയ എത്രയാ? ഏരിയ 0.05 ഡിവൈഡഡ് ബൈ Δt എത്രയാ? 0.1 എന്ന് പറഞ്ഞപ്പോൾ 10⁻⁻1. അപ്പോൾ 10⁻⁻1 10⁻⁵ 4 കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? സിംപ്ലിഫൈ ചെയ്യുക. 0.5 8 × 5 4 വരും. 4 × 5 20 വരും. അപ്പോൾ 20 × 10⁻² എന്ന് വരും. 20 × 10⁻4 എന്ന് വരും. അപ്പോൾ ആൻസർ 0.02 വോൾട്ട് എന്ന് വരും. ആൻസർ 0.02 വോൾട്ട്. ഡൗട്ടില്ലല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം 10 ക്വസ്റ്റ്യനും ആക്ച്വലി 1 മിനിറ്റ് പോലും വേണ്ടാത്ത ക്വസ്റ്റ്യൻസാണ് നമ്മളൊക്കെ ചെയ്തത്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. ഒക്കെ നിങ്ങൾക്ക് തിയറി അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്ത് പോകാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ.
അപ്പോൾ ഇതാണ് നീറ്റ് എക്സാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ പേപ്പർ. വളരെ ഈസി ആയിട്ടുള്ള പേപ്പറാണ്. നിങ്ങൾക്ക് ശരിക്കും പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് നീറ്റ്. ഡൗട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം.